ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു OT റിലീസ് ചെയ്ത് നമ്മുടെ ജപ്പാൻ എന്ന് പറഞ്ഞ മൂവി കണ്ടു. അപ്പോൾ ജപ്പാൻ കണ്ടപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള എൻ്റേതായ അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു അനുഭവം സാക്ഷി എന്നൊക്കെ പറയാൻ സാധിക്കും. എൻ്റെ ഒരു അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് അവസ്ഥ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ജപ്പാൻ ട്രെയിലർ നമുക്ക് കണ്ടറിയാം, ഒരു മോഷ്ടാവിൻ്റെ കഥയാണ് ജപ്പാൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് മോഷ്ടാവാനുള്ള കാര്യമൊന്നും വ്യക്തമായി തന്നെ അതിൽ പറയാനൊന്നും ശ്രമിക്കുന്നില്ല. ഇമോഷണലായിട്ടൊന്നും തന്നെ കണ്ടു ശ്രമിക്കുന്നില്ല. മൊത്തത്തിൽ ഔട്ടി പത്തിൽ പറയാനുള്ള എനിക്ക് പോസിറ്റീവായിട്ട് ഒറ്റ ഘടകം പോലും ഇല്ല എന്നാണ് എനിക്ക് ഔട്ടി പറയാൻ സാധിക്കുന്നത്. ഒറ്റ ഘടകമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പ്രകടനത്തിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ BGM ആണെങ്കിലും അതുപോലെ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം തന്നെ ഒരു ബിലോ എവറേജ് അനുഭവമാണ് എനിക്ക് ജപ്പാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ജപ്പാൻ തുടക്കം തന്നെ ഒരു മഴയിലൊരു കോളനിയിലൊരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണ്ണത്തരികളൊക്കെ ഈ ഗോൾഡിന് മുമ്പിൽ വലിച്ചെറിയും, അത് വിറ്റിട്ട് ജീവിക്കുന്ന കുറച്ച് കുടുംബങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ തരികളൊക്കെ വിറ്റിട്ട്. അപ്പോൾ അവരുടെ കഥയൊക്കെയാണ് മുന്നോട്ടായിട്ട് അവർ കൊണ്ട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത് ജപ്പാനിൽ. അങ്ങനെയൊക്കെ നമ്മുടെ നായകനുണ്ടാകുന്ന വലിയൊരു മോഷണം നടക്കുന്നു. കാരണം കേരളത്തിലും മൊത്തം അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ തേടി നടക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ക്രിമിനലായിട്ട് ജപ്പാൻ അത്രയേറെ ബിൽഡപ്പ് കൊടുക്കുന്നു. കുറേ ഒരു മഞ്ഞപ്പല്ലും മഞ്ഞ ചെയിനും മഞ്ഞ ഷർട്ടും മഞ്ഞ പാൻറ്റും മഞ്ഞ ഷൂകൾ നമ്മുടെ നായകൻ എന്നിറങ്ങാണ്. ഒരു മഞ്ഞക്കിളി ഇറങ്ങി കണ്ട അവസ്ഥ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നായകൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ പല്ലൊക്കെ പോയിട്ടൊരു കൂതറ ലുക്കിലാണ് കാർത്തി ഇതിൽ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഗംഭീരമായിട്ട് കോമഡി പീസാക്കി കളിച്ചിട്ടുണ്ട് കാർത്തിനെ. എനിക്കൊന്നും കാർത്തി ഇതുവരെ അഭിനയിച്ച ചിത്രത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള പ്രകടനം അല്ലെങ്കിൽ ഏറ്റവും മോശം ചിത്രം ഞാൻ പറയാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് നമ്മുടെ കോക്കണം പറഞ്ഞ പോലെ തന്നെ ഒരു മലങ്കാൾട്ട് അല്ലെങ്കിൽ ഒരു സീറോ ലെവൽ ചിത്രം തന്നെയാണ് നമ്മുടെ ജപ്പാനായിട്ടുള്ള മൂവി. പിന്നെ ഇമാൽ തോമസ് ഉണ്ട്. ഒരു പാട്ട് സീൻസിലും 1-2 സീൻസിലും മാത്രം അവർക്ക് ഡയലോഗില്ല, അവർ വായ തുറക്കണേ ഇല്ലേ ഈ ചിത്രത്തിൽ. അത് മറ്റൊരു എന്താ പറയുക, അവർക്കൊന്നും നായിക്കൊന്നും ചെയ്യാനില്ല എന്നൊരവസ്ഥ തന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഏറ്റവും വലിയ ഡ്യൂറേഷൻ എനിക്ക് തോന്നുന്നു 2.5 മിനിറ്റിന് മേലെ ഉണ്ട് ചിത്രം. അത്രയൊക്കെ ദുരന്തമാണ്, തുടക്കുന്നിട്ട് ഒടുക്കം വരെയും ഈ ദുരന്തം തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു തോൽവി ചിത്രം കണ്ട അവസ്ഥേനെ കണ്ടപ്പോൾ ജപ്പാൻ പറഞ്ഞ മൂവി എനിക്ക് കണ്ടത്. ഇടയ്ക്കിടയ്ക്ക് അറിഞ്ഞിരിക്കും ജപ്പാൻ ഈ അവസ്ഥേനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിത്രത്തെ കണ്ടപ്പോൾ എനിക്ക് പറയാനുള്ളത് അരുത മക്കളെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം അത്രയേറെ ദുരന്തമാണ് ജപ്പാന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ ആരും അറിഞ്ഞുകൊണ്ട് പോലും തല വയ്ക്കാൻ നിൽക്കേണ്ട ജപ്പാൻ പറഞ്ഞിട്ടുള്ള മൂവി. അതായത് ജപ്പാനിലുള്ള മൂവി നിങ്ങൾക്ക് നല്ലൊരു അഭിപ്രായമാണ് കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.